ഹായ് വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഹൈക്കോടതി അസിസ്റ്റൻറ്റ് 2021 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ്. 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ ഓൾറെഡി നമ്മൾ 3 പാർട്ട് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ പാർട്ടാണ്. അപ്പം നമുക്ക് നേരിട്ട് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഹു മെയ്ഡ് ദ famous Deepavali Declaration of 1929 in British India? Lord Irwin, Lord Lytton, Lord Wavell, Lord Ripon. ടൈം നോക്കുക, 1929 ആണ്. 1929 പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഓക്കെ, 1929 റിപ്പൺ എന്തായാലും വരില്ല. ഓക്കെ, വേവൽ വരില്ല. ഓക്കെ, ദെൻ ലോർഡ് ഇർവിന്, ലോർഡ് ലിട്ടൺ, ഇവർ 2 പേരും ആണ്. ബാക്കി നിങ്ങൾക്ക് കൺഫ്യൂഷൻ, അത്ര ഫാമിലിയരല്ലാത്ത ആൾക്കാർ. ലോർഡ് ലിട്ടണും 1876 ലോർഡ് ഇർവിനാണ് ആൻസർ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ദീപാവലി ഡിക്ലറേഷൻ എന്താണെന്ന് നോക്കാം. 1929 ഒക്ടോബർ 31 അന്നത്തെ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് ഇർവിന് ഒരു ഡിക്ലറേഷൻ നടക്കുകയാണ്. അതായത് ഒരു 5 ലൈൻ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഒരു സിമ്പിൾ നോൺ ലീഗൽ ലാംഗ്വേജിൽ ഉള്ള ഒരു ഡിക്ലറേഷൻ ആയിരുന്നു അത്. അതായത് ഇന്ത്യക്ക് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് നൽകുമെന്നുള്ളതാണ് ഫ്യൂച്ചറിൽ. എന്നാണ് എന്ന് അത് പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ദീപാവലി ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഇർവിൻ ഡിക്ലറേഷൻ എന്ന് അറിയപ്പെടുന്നത്. ലോർഡ് ഇർവിൻ 1926 മുതൽ 1931 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്ന ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ലോർഡ് ഇർവിൻ. ലോർഡ് ഇർവിൻ്റെ സമയത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് നമുക്ക് നോക്കാം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോളജാണ്. സൈമൺ കമ്മീഷൻ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഒരു കമ്മീഷൻ വരികയും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു കമ്മീഷൻ വരികയും എന്ന് 1919 ആക്റ്റിൽ പറയുന്നുണ്ടായിരുന്നു. അത് പ്രകാരം 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുകയും സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിക്കും. കാരണം ആ ഒരു കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ബഹിഷ്കരിക്കുകയും ഇന്ത്യക്കാരെ വെല്ലുവിളിച്ച് സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാരെ വെല്ലുവിളിക്കുകയും ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള നിയമസംഹിതകളൊക്കെ ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ത്യക്കാർ വെല്ലുവിളിക്കുകയും ചെയ്തു. അതിനനുസരിച്ച് 1928 നെഹ്റു റിപ്പോർട്ട് വരികയുണ്ടായി. ജിന്നാസ് 14 പോയിൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ സൗന്ദേഴ്സ് മർഡർ ഓഫ് സൗന്ദേഴ്സ് 1929. അതുപോലെ തന്നെ ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ ഉള്ള അസംബ്ലി ഹാള്, ഡൽഹിയിലെ അസംബ്ലി ഹാളിലെ ബോംബ് സ്ഫോടനം, ദെൻ ലാലാ ലജ്പത് റായിയുടെ മരണം, അതുപോലെ തന്നെ ഭഗത് സിംഗ്, രാജ്ഗുരു സുഖദേവ് 1931 അവരുടെ തൂക്കിലേറ്റൽ, ചിറ്റഗോങ് ആർമറി റെയ്ഡ് 1930. ഈ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇൻസിഡൻസ് 1926 31 ലോർഡ് ഇർവിൻ്റെ സമയത്ത് നടന്നിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഈ സമയത്തൊക്കെയുള്ള വൈസ്രോയി ആരാണെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോർഡ് ഇർവിനാണ്. ദെൻ ലോർഡ് ഇർവിനെ കൂടാതെ നമുക്ക് വന്നിട്ടുള്ള ഓപ്ഷൻ ലോർഡ് ലിട്ടൺ ആണ്. ലോർഡ് ലിട്ടൺ 1876 മുതൽ 80 വരെ 4 വർഷക്കാലം ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുള്ളതാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ള പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ആക്റ്റുകൾ, നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ള വൈസ്രോയി ആയിരുന്നു ലോർഡ് ലിട്ടൺ പ്രഭു എന്നുള്ളത്. അതായത് പ്രാദേശിക ഭാഷയിൽ അച്ചടിക്കുന്ന വർത്തമാന പത്രങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു. അത് ഗവൺമെൻറ്റിനെതിരെയുള്ള ചാരപ്രവർത്തനമാണെന്ന് ആരോപിച്ച്
കണ്ടുകെട്ടലായിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ട്. അതുപോലെ തന്നെ അബോളിഷൻ ഓഫ് ടാക്സ് ഓൺ ഫോറിൻ കോട്ടൺ കമ്മിങ് ടു ഇന്ത്യ. ബ്രിട്ടനിൽ നിന്ന് വരുന്ന ഫോറിൻ കോട്ടൺ ടെക്സ്റ്റൈൽ പ്രോഡക്റ്റിൻ്റെ മേലുള്ള ടാക്സുകളൊക്കെ അബോളിഷ് ചെയ്ത വ്യക്തിയാണ് ലോർഡ് ലിട്ടൺ എന്നുള്ളത്. ലോർഡ് വേവൽ നമുക്കറിയാം. വേവൽ പ്ലാന് ഒക്കെ 1943 മുതൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ഒരു 4 വർഷം മുൻപ് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുള്ളതാണ്. 1947 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു, മൗണ്ട് ബാറ്റൻ വരുന്നത് വരെ. വേവൽ പ്ലാൻ എന്നുള്ളത് വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു ടേമാണ്, നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. 1945 സിംല കോൺഫറൻസിൽ വെച്ച് ലോർഡ് വേവൽ മുന്നോട്ട് വെച്ചതാണ് വേവൽ പ്ലാന് മുന്നോട്ട് വെക്കുകയാണ്. അതായത് ഇന്ത്യക്കൊരു സെൽഫ് ഗവൺമെൻറ് നൽകുക എന്നുള്ളതും അതുപോലെ തന്നെ സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ കമ്മ്യൂണൽ ക്ലാസ്സസ്, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിന് സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷനും കൂടി നൽകാമെന്നുള്ള ഒരു പ്ലാന് ലോർഡ് വേവൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ലോർഡ് റിപ്പൺ നമുക്ക് അറിയാൻ പറ്റും, റിപ്പണിൻ്റെ കാലത്ത് വളരെ വിവാദമായിട്ടുള്ള ഇൽബർട്ട് ബില്ല് ലോർഡ് റിപ്പൻ്റെ കാലത്തായിരുന്നു. 1880 മുതൽ 84 വരെയായിരുന്നു ലോർഡ് റിപ്പൺ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് നിലനിന്നിരുന്നത്. ഇൽബർട്ട് ബില്ല് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇൽബർട്ട് ബില്ല് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള ജഡ്ജ് യൂറോപ്യൻസിനെ വിചാരണ ചെയ്യാൻ അനുവാദമില്ല എന്നുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ബില്ലായിരുന്നു ഇൽബർട്ട് ബില്ല്. അപ്പോൾ ലോർഡ് റിപ്പൻ്റെ ടൈമും ഓർത്തു വെക്കുക. ഇപ്പോൾ ദീപാവലി ഡിക്ലറേഷൻ ലോർഡ് ഇർവിനാണ്. ദെൻ അടുത്ത ചോദ്യം, ദ ടേം നൈറോബി പാക്കേജ് ഈസ് റിലേറ്റഡ് ടു ദ അഫയേഴ്സ് ഓഫ് യുണൈറ്റഡ് നാഷണൽ എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, യൂറോപ്യൻ യൂണിയൻ. ഓപ്ഷൻ സി WTO ആണ് റൈറ്റ് ആൻസർ. Nairobi package was adopted. WTO's 10th ministerial conference held Nairobi, Kenya from 15th to 19th December of 2015. It contains a series of 6 ministerial decisions on agriculture, cotton and issues related to least developed countries. A ministerial declaration outlining the package and the future work of the WTO adopted at the end of 5-day conference. അപ്പോൾ ഇതാണ് നൈറോബി പാക്കേജ്. 2015 ഡിസംബറിൽ നടന്നിട്ടുള്ള 10th മിനിസ്ട്രിയൽ കോൺഫറൻസ് ആണ്. അതിലാണ് ഈ പാക്കേജ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. മലയാളം ലാംഗ്വേജ് വാസ് ഡിക്ലെയർഡ് ക്ലാസിക്കൽ ലാംഗ്വേജ് ഇൻ ദ ഇയർ 2013 ആണ്, 2013 സി ആണ് ഓപ്ഷൻ. ദെൻ കറൻ്റ്ലി ദർ ആർ 6 ലാംഗ്വേജസ് ദാറ്റ് എൻജോയ് ദ ക്ലാസിക്കൽ സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ. 6 ലാംഗ്വേജസ് ആണ്. അതിൽ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യപ്പെട്ടത് തമിഴാണ് 2004, പിന്നീട് സാൻസ്ക്രിറ്റ് 2005, കന്നഡ 2008, തെലുങ്ക് 2008, മലയാളം 2014, ദെൻ ഒഡിയ 2014. All the classical languages are listed 8th schedule of the Indian Constitution. The Ministry of Culture provides the guideline regarding the classical language. Classical language-ഉമായിട്ടുള്ള അതിൻ്റെ ഗൈഡ് ലൈൻസും അത് ഉൾപ്പെടുത്തുന്ന കാര്യമായിട്ട് ഒക്കെ നോക്കുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറാണ്. അതിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 2000 വർഷത്തോളം പഴക്കമുള്ളതായിരിക്കണം, അതിൻ്റെ ലിറ്ററേച്ചർ വിസിബിൾ ആയിരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. ദ സ്ലോഗൻ ലൈഫ് ലൈൻ ഓഫ് നേഷൻ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ ആണ്. ദെൻ അടുത്ത ചോദ്യം, ബൈ ദ എമിഷൻ ഓഫ് ഡാഷ് ആൻഡ് ഡാഷ് ആസിഡ് റെയിൻ ഈസ് കോസ്ഡ്
ആസിഡ് റെയിനിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. നൈട്രജൻ ആണ്, സൾഫറാണ് ആൻസറായിട്ട് വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കുക. എന്താണ് ആസിഡ് റെയിന് കാരണമാകുന്നത്? ആസിഡ് റെയിൻ റിസൾട്ട് when sulfur dioxide and nitrogen oxide are emitted into atmosphere and transported by wind and air currents. Sulfur dioxide and nitrogen oxide react with water, oxygen, other chemical to form sulfuric and nitric acid. These then mix water and other material before falling to the ground. ഇതാണ് ആസിഡ് റെയിനിന് കാരണമാകുന്നത്. ആസിഡ് റെയിൻ ഇത്തരത്തിലുള്ള സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡും അന്തരീക്ഷത്തിൽ വരാനുള്ള കാരണം ബേണിംഗ് ഫോസിൽ ഫ്യൂവൽ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. 2/3 of sulfur dioxide and 1/4 of the nitrogen oxide in the atmosphere come from the electric power generators. അതാണ് രണ്ടാമത്തെ. വെഹിക്കിൾ ആൻഡ് ഹെവി എക്യുപ്മെൻറ്റ്സ്, ദെൻ മാനുഫാക്ചറിങ്, ഓയിൽ റിഫൈനറീസ് ആൻഡ് അതർ. ഇത് മൂലമാണ് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിയൻ മിനിസ്ട്രി ലോഞ്ച്ഡ് മിഷൻ സത്യനിഷ്ഠ ഓൺ ദ എത്തിക് ഇൻ പബ്ലിക് ഗവേണൻസ്? നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഇത് സിമ്പിളാണ്. മിനിസ്ട്രി ഓഫ് റെയിൽവേ ആണ്. 2018 The Indian Railway launched Mission Satyanishta recently. Mission Satyanishta, an example of maintaining ethics in public governance, and launched in 2018. It aims sensitizing all railway employees about the need adhere to good ethics and maintaining standard integrity at work. അടുത്ത ചോദ്യം നോക്കാം. ദ പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ടു റൂറൽ ഏരിയ. ദ കൺസെപ്റ്റ് ഓഫ് ദ പ്രൊവിഷൻ അർബൻ അമ്യൂണിറ്റീസ് ടു റൂറൽ ഏരിയാസ്, പുര. ദ മോഡൽ വാസ് ഗീവൺ. ഡോക്ടർ APJ Abdul Kalam is the right answer. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു പുര എന്നുള്ളത്. APJ അബ്ദുൽ കലാം തൻ്റെ പുസ്തകമായിട്ടുള്ള ടാർഗറ്റ് 3 ബില്യൺ എന്നുള്ള പുസ്തകത്തിൽ കോതേഡ് ശ്രീ ജയപാൽ സിംഗുമായിട്ട് ഓതർ ചെയ്യപ്പെട്ട പുസ്തകത്തിൽ, അതായത് ടാർഗറ്റ് 3 ബില്യൺ എന്നുള്ള പുസ്തകത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ടു റൂറൽ ഏരിയ, അതായത് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ റൂറൽ ഏരിയയിലേക്ക് പ്രൊവൈഡ് ചെയ്ത് എക്കണോമിക് ആക്ടിവിറ്റീസും ഡെവലപ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പുര പദ്ധതി എന്നുള്ളത്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് സാർക്ക് നേഷൻസ് ഈസ് കൺസിഡേർഡ് ആസ് കാർബൺ നെഗറ്റീവ് കൺട്രി ഓഫ് ദി വേൾഡ്? ഓക്കെ, ഇതിൽ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക. നമുക്കറിയാം ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ ശ്രീലങ്കയോ കാർബൺ നെഗറ്റീവ് ആയിട്ടുള്ള കൺട്രി അല്ല എന്നുള്ളത് നമുക്കറിയാം. ഭൂട്ടാനാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കാർബൺ നെഗറ്റീവ് ആയിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി പനാമ ഈസ് ജോയിൻഡ് കാർബൺ നെഗറ്റീവ് കൺട്രി, അതായത് കാർബൺ എമിഷന് നെഗറ്റീവ് ആകുന്നത്, അതായത് അതിനേക്കാൾ കൂടുതൽ അബ്സോർബ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസും മറ്റും ആ രാജ്യത്തുണ്ടെങ്കിൽ അതാണ് കാർബൺ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെസിലിറ്റീസ് മാത്രമല്ല, അതിനനുസരിച്ചുള്ള മരങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പിടിക്കുന്നത്, ഇതെല്ലാം കാർബൺ നെഗറ്റീവിനുള്ള കാരണമാണ്. ഭൂട്ടാനാണ് ഫസ്റ്റായിട്ട് വന്നിട്ടുള്ളത്, സുരിനാം, ദെൻ പനാമ. ദീസ് ആർ ദ 3 കൺട്രീസ്. അപ്പോൾ സാർക്ക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 8 രാജ്യങ്ങളാണ്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, മാലദ്വീപ്സ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ. ഓക്കെ, സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. Okay, is the economic and political organization of 8 countries in South Asia. It was established in 1985 when the heads of
state of Bangladesh, Bhutan, India, Maldives, Nepal, Pakistan, Sri Lanka formally adopted the charter. Afghanistan is a country recently joined. Recently, 2007, not near recently. Okay, last joined country Afghanistan ആണ്. To date, 18th summit, 18ഓളം സമ്മേളനങ്ങൾ, സാർക്ക് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത്, ദ കുഗ മൂവ്മെൻറ്റ് ഓവർ ത്രൂ ദ ബ്രിട്ടീഷ് റൂൾ വാസ് ഓർഗനൈസ്ഡ് യു പി, പഞ്ചാബ്, ബീഹാർ, ബോംബെ. കുഗ മൂവ്മെൻറ്റ് ബ്രിട്ടീഷ് റൂൾ ഓവർത്രോ. ഓക്കെ, കുഗ മൂവ്മെൻറ്റ് ടു ഓവർത്രോ ദ ബ്രിട്ടീഷ് റൂൾ വാസ് ഓർഗനൈസ്ഡ് ഇൻ, ആൻസർ ബി ആണ് ഓപ്ഷൻ, പഞ്ചാബ്. കുഗ വാസ്, okay, Kuga movement. Kuga were the also referred Namdaris, who were set within Sikhism. They started as a group of religious purification in Sikhism under Ram Singh, Sardar Ram Singh. The movement received political overtone with the established aim of restoring Sikh rule in Punjab, ousting foreign power. The Kugas wore only white hand-woven cloth and boycotted all British things. They boycotted British education, products and laws. In 1872, Ram Singh was captured and exiled to Rangoon, and 65 Kugas were blown away from cannons by the British. ഇതാണ് കുഗ മൂവ്മെൻറ്റിനെ കുറിച്ച് പഞ്ചാബിൽ നടന്നിട്ടുള്ളതാണ്. റിലീജിയസ് പ്യൂരിഫിക്കേഷനായിട്ട് തുടങ്ങിയതാണ്. ബ്രിട്ടീഷ് റൂളിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുഗാസ് രാംസിംഗിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നു. അവർ ബ്രിട്ടീഷ് വസ്തുക്കൾ ബോയ്ക്കോട്ട് ചെയ്തു, അതുപോലെ തന്നെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ലോസ് ഇതെല്ലാം ബോയ്ക്കോട്ട് ചെയ്യുകയും ചെയ്തു. 1872 രാംസിംഗിനെ നാടുകടത്തുകയും 65ഓളം കുഗാസിനെ ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. Then last question, the Pallava architecture, the style, architecture style is found in, option C, Mahabalipuram is the right answer. Pallava architecture. Okay, Pallava dynasty existed between 3rd and 9th centuries. Okay, ruling the portion what today Andhra and Tamil Nadu. Okay, the Pallava architecture show the transition from the rock-cut temple to stone-built temple. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, this is the explanation. The earliest example of Pallava art rock-cut temples of the 7th century AD, while the later example structural temples built in 8th and 9th century. The last monolithic temples known as Rathas and Mandabas provide superb skill of sculptures of Pallava period. The monolithic temples, 5 Rathas, gave way to the structural temple like Shore temple in Mammalapuram. Okay. This is that today. Thank you.